അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി വഅത്ബാഇഹി അൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹമുള്ളവരെ, ബലിപെരുന്നാൾ കടന്നു വരികയാണ്. അതോടുകൂടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ അൽഹിയ്യത്ത് അതും അതിന്റെ കൂടെ നമ്മെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ്. ഈ സമയത്ത് അത് സംബന്ധമായി ധാരാളം പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും എല്ലാവരും അതിന്റെ മസ്അലകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഞാനിവിടെ സംസാരിക്കുന്നത് ഉൽഹിയ്യത്ത് അറവിനെ സംബന്ധിച്ച് പ്രത്യേകമായിട്ടല്ല. ഇപ്പോൾ പല പത്രങ്ങളിലും മറ്റുമൊക്കെ പരസ്യം കാണാം. പല രാജ്യങ്ങളിലേക്കും ഉൽഹിയ്യത്തുകൾ അറുക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട്, അഥവാ മാംസം അത്യാവശ്യമുള്ള സാമ്പത്തിക ശേഷി കുറവുള്ള മുസ്ലിങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഉത്തരേന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ മാംസത്തിന് വളരെയധികം ദാഹിക്കുന്ന ആളുകൾ ഉള്ള സ്ഥലമാണ്. എല്ലാവർക്കും മാംസത്തോട് ദാഹമാണ് എങ്കിലും നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള മഹാഭൂരിഭാഗം മുസ്ലിങ്ങൾക്കും അത്യാവശ്യത്തിന് ആഗ്രഹിക്കുന്ന സമയത്ത് ഇറച്ചി തിന്നാനുള്ള സംവിധാനങ്ങൾ പലപ്പോഴുമുണ്ട്. സ്വന്തം സാമ്പത്തികമായിട്ടോ മറ്റുള്ളവർ സഹായിച്ചിട്ടോ മറ്റോ. എന്നാൽ അതിനൊക്കെ വർഷത്തിൽ ഒരിക്കലോ രണ്ടോ തവണ മാത്രം അവസരമുള്ള ഉത്തരേന്ത്യ പോലെയുള്ള ഹരിയാനയൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ, ചേരി പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ടെന്റുകളിലുമൊക്കെ താമസിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയും എങ്ങനെയൊക്കെ തട്ടിമുട്ടി ജീവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. നമ്മുടെ ഉൽഹിയ്യത്ത് മാംസം അവിടെ അറുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ നന്നാവില്ലേ എന്ന് ചിന്തിക്കുന്ന കുറെ ആളുകളുണ്ടെന്ന്. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങൾക്കെന്താ സദക്ക കൊടുത്തുകൂടെ, ഉൽഹിയ്യത്ത് തന്നെ അവിടെ കൊണ്ടുപോയി അറുക്കണോ എന്നൊക്കെ തിരിച്ചു പറയുന്നവരുമുണ്ട്. അത് പറയാനൊക്കെ സാധ്യത ഉണ്ട്. കാരണം 40 കോടിയുടെ പള്ളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചുകൂടാ എന്ന് പറയുന്ന തലതിരിഞ്ഞ നയം പറയുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാകും. എന്നാൽ ഈ ഉൽഹിയ്യത്ത് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം, വളരെ അത്യാവശ്യമായിട്ട് സുന്നത്ത് മുഅക്കദത്ത് മാത്രമാണെങ്കിലും നിർബന്ധം പോലെ കേരളത്തിലെ നല്ലൊരു ശതമാനം ആളുകളും പുലർത്തിപ്പോരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ജീവിക്കുന്ന നാട്ടിൽ ബലിയറുക്കുക എന്നുള്ളത് സുന്നത്ത് മുഅക്കദത്ത് തന്നെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളം ഉരുക്കളെ ബലിയർപ്പിക്കാറുണ്ട്. ഓരോ നാടിലും 40ഉം 30ഉം ഒക്കെ ഇപ്പോൾ വളരെയധികം പുരോഗതി പ്രാപിച്ച ഈ സമയത്ത് ധാരാളം ഉരുക്കളെ ബലിയർപ്പിക്കപ്പെടാറുണ്ട്. ആ ബലിയർപ്പിക്കുന്ന മാംസമെല്ലാം ധാരാളം ദിവസങ്ങൾ ആ നാട്ടുകാർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അത്തരത്തിൽ ഭക്ഷിക്കാൻ എപ്പോഴെങ്കിലും മാത്രം മാംസം കിട്ടാൻ സാധ്യതയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള പാവങ്ങളായ മുസ്ലിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ ഉൽഹിയ്യത്ത് അവിടെ അറുക്കുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ സ്വന്തം നാട്ടിൽ തന്നെ ഉള്ള ആൾക്ക് മറ്റ് നാടുകളിൽ അത്യാവശ്യക്കാര് മാംസത്തിൽ ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മൾ മാസങ്ങളോളം ഈ ഇറച്ചി തട്ടിക്കളിക്കുന്ന അവസ്ഥ മാറ്റിയിട്ട് സുന്നത്ത് മുഅക്കദത്ത് നിർവഹിക്കുന്നു എന്ന നിലക്ക് ഓരോ നാട്ടിലും അതിൻ്റെതായ അറവുകൾ നടക്കണം. ധാരാളം ഉരുക്കൾ അറുക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അത്യാവശ്യക്കാരായ മാംസത്തിന്റെ ആളുകൾ താമസിക്കുന്ന ഏരിയകളിലേക്ക് നീക്കം ചെയ്താൽ അതൊരു സേവന പ്രവർത്തനം കൂടിയാവും. മറ്റൊരു നിലക്കുമുള്ള വേറെ ഒരു പ്രശ്നങ്ങളൊന്നും അതിൽ അവശേഷിക്കുന്നില്ല. അപ്പൊ ഇത് സംബന്ധമായി പലർക്കും സംശയമാണ്. ഇത് നഖ്ല് ചെയ്യലാവില്ലേ, സക്കാത്ത് നഖ്ല് ചെയ്യാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് എന്നതുപോലെ ഉൽഹിയ്യത്തും നഖ്ല് ചെയ്യലാവില്ലേ എന്നൊക്കെയുള്ള സംശയമായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആളുകളും നാടുകളിൽ ഉൽഹിയ്യത്ത് അറക്കുന്നത് അവര് നാട്ടിലുണ്ടായത് കൊണ്ടല്ല, വിദേശത്തൊക്കെ താമസിക്കുന്ന ആളുകൾ നാട്ടിൽ വക്കാലത്ത് ഏൽപ്പിച്ച് ഉൽഹിയ്യത്ത് അറക്കുകയാണ്. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കുന്നത് സ്വന്തം പോസ്റ്റ് ഓഫീസുള്ള നാട്ടിൽ തന്നെ അറുക്കലാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്, മറ്റു നാടുകളിലേക്കൊക്കെ അറുക്കാൻ നീക്കല് മോശമാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഉൽഹിയ്യത്ത് സംബന്ധമായിട്ടുള്ള വീക്ഷണം മനസ്സിലാക്കുമ്പോൾ ഉൽഹിയ്യത്ത് അറുക്കേണ്ടത് സ്വന്തം പോസ്റ്റ് ഓഫീസുള്ള സ്ഥലത്തായിരിക്കണം എന്ന ഒരു നിർബന്ധമൊന്നും ഇസ്ലാമിലില്ല. മറിച്ച് എവിടെയാണോ ആ
ഉലഹിയത്ത് അറുക്കുന്ന വ്യക്തി അപ്പോഴുള്ളത്, അല്ലെങ്കിൽ അവിടെ ഉലഹിയത്ത് അറക്കുന്ന നാട്ടിൽ വ്യക്തി ഉണ്ടായിരിക്കുക, വ്യക്തിയുള്ള നാട്ടിൽ ഉലഹിയത്ത് അറക്കുക എന്നത് പ്രത്യേകമായ സുന്നത്താണ്. കാരണം അദ്ദേഹത്തിന് അവിടെ സംബന്ധിക്കുവാനും പങ്കെടുക്കാനൊക്കെ കഴിയും. അങ്ങനെയാണെങ്കിലും സുന്നത്താണെങ്കിലും, അതേസമയം അത്യാവശ്യക്കാരായ ആളുകൾ മറുനാട്ടിലുണ്ടാകുമ്പോൾ അവിടേക്ക് അവരുടെ മൃഗത്തിനെ നീക്കം ചെയ്തിട്ടോ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടോ തന്റെ അദ്ഹിയത്ത് അവിടെ അറുക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഈ സാഹചര്യം പരിഗണിച്ച് കരണീയമായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചിലർ തെറ്റിദ്ധരിച്ചതുപോലെ നമ്മളെ നാട്ടിൽ അറുക്കണം, വിദേശത്തുള്ളവനാണെങ്കിലും നാം പെറ്റു വളർന്ന നാട്ടിൽ അറുക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയൊന്നും അതിൽ പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ച പലർക്കും ഉള്ള ആശങ്ക ദൂരീകരിക്കാൻ വേണ്ടി മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ ഉദ്ധരിച്ച ആ ഒരു ഉദ്ധരണി നമുക്ക് ഇവിടെ വായിക്കാം. മഹല്ലു തദ്ഹിയത്തി മൗളിയുൽ മുളഹി. ഉദ്ഹിയത്ത് അർക്കേണ്ട മഹല്ല് സ്വന്തം നാടാണ് എന്നല്ല ഉദ്ദേശം, മറിച്ച് മൗളിയുൽ മുളഹി, ഉദ്ഹിയത്ത് അർക്കുന്നവൻ എവിടെയാണോ ഉള്ളത് അവിടെയാണ്. ഇപ്പൊ ഗൾഫിലുള്ള ആളുടെ ഉദ്ഹിയത്ത് എവിടെ അർക്കേണ്ടത്? ഗൾഫിലാണ് യഥാർത്ഥത്തിൽ അർക്കേണ്ടത്. സവാഉൻ കാന ബലദഹു, ആ ഉദ്ഹിയത്ത് അർക്കുന്ന ആളുടെ മൗളി അവന്റെ നാടാണെങ്കിലും ശരി, അവൻ നാട്ടിലാണെങ്കിൽ നാട്ടിലിറക്കലാണ് വേണ്ടത്. ഔ മൗലിയഹു മിനസ്സഫരി, അല്ലെങ്കിൽ യാത്ര പോകുന്ന ആളാണെങ്കിൽ അവിടെയും സ്വന്തം നാട് എന്ന പരിഗണന ഇല്ല. യാത്ര പോകുകയാണെങ്കിൽ ആ യാത്ര പോകുന്ന ആ സ്ഥലത്ത് എവിടെയാണോ ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ ഉദ്ഹിയത്ത് അറക്കേണ്ട സമയങ്ങളിൽ നമ്മൾ ഉള്ളതെങ്കിൽ അവിടെയാണ് അറക്കേണ്ടത്. ബിഖിലാഫിൽ ഹദി, എന്നാൽ ഹദിയന്റെ സ്ഥിതി അങ്ങനെയല്ല. ഫഇന്നഹു യഖ്തസ്സു ബിൽ ഹറമി, അത് ഹറമിൽ തന്നെ അറക്കേണ്ടതാണ്. അപ്പോ ഉദ്ഹിയത്തിന് സ്വന്തം നാട് എന്ന പരിഗണനയില്ല. പ്രത്യേകിച്ച് ഗൾഫിലുള്ള ആളുകളൊക്കെ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ സ്വന്തം പെറ്റു വളർന്ന നാട് എന്നൊരു പ്രാധാന്യമൊന്നും അതിനില്ല. അറുക്കുകയാണെങ്കിൽ അതിന്റെ അഫ്ളലിയത്ത് കിട്ടാൻ വേണ്ടി സ്വന്തം നിലകൊള്ളുന്ന നാട്ടിൽ അറുക്കണം. അവിടെ അവകാശികളൊക്കെ ഉണ്ട് എങ്കിൽ, ഫക്കീർമാരൊക്കെ വിതരണത്തിനും ഏറ്റുവാങ്ങാനൊക്കെ ഫക്കീർമാരുണ്ട് എങ്കിൽ അവിടെ അറുക്കണം. അവിടെ അറുക്കുന്ന ഒരു സംവിധാനം നമുക്ക് വളരെ കുറവാണ് എന്നതിനാൽ നമ്മൾ നാട്ടിലേക്ക് വക്കാലത്ത് ഏൽപ്പിച്ചാണ് പല ആളുകളും ഇപ്പോൾ അറുക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് അവരുടെ സ്വന്തം നാട്ടിൽ അറുക്കുന്നതിനേക്കാളും നല്ലത് എന്ന് പറയണ സാഹചര്യം കൊണ്ട് അത്യാവശ്യക്കാരുള്ള നാട്ടിലേക്ക് ഏൽപ്പിക്കലാണ് നല്ലത് എന്ന് മഹാനായ ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായി പലർക്കുണ്ടാകുന്ന ആശങ്കകൾ തീർത്തുകൊണ്ട് വിശദീകരിക്കുന്നത് ഇങ്ങനെ കാണാം. വയംബഗിയ യുലമ, അറിയേണ്ടതാണ്, അന്നൽ മുറാദ ബി ബലദിഹ ബലദു ദബ്ഹിഹ, ഉദ്ഹിയത്തിന്റെ നാട് എന്ന് പറഞ്ഞാൽ ആ ഉദ്ഹിയത്ത് അറുക്കുന്ന നാട് എന്നാണ്. വഖദ് ദന്ന ബഅദു ത്വലബത്തി, ചില വിദ്യാർത്ഥികൾ ധരിച്ചു വെച്ചിട്ടുണ്ട്, അന്ന ഷർത്ത ഇജ്സാഇൽ അദ്ഹിയത്തി, അദ്ഹിയത്തായി നിർവഹിക്കപ്പെടുന്നതിനുള്ള, അത് അംഗീകരിക്കപ്പെടുന്നതിനുള്ള നിബന്ധന ദബ്ഹുഹാ ബി ബലദിൽ മുളഹി, നാട്ടുകാരൻ ഉദ്ഹിയത്ത് അറുക്കുന്ന ആളുടെ നാട്ടിൽ തന്നെ അറുക്കണം എന്നത് ഷർത്താണ് എന്നാണ് പലരും ധരിച്ചു വെച്ചിട്ടുള്ളത്. നമ്മുടെ പലരും ഇന്ന് ധരിക്കുന്നത് പോലെ അത് ഗൾഫിൽ നിന്ന് നമ്മൾ വിളിച്ചറിയുമ്പോൾ നമ്മൾ നാട്ടിലല്ലാതെ ഉത്തരേന്ത്യയിലേക്ക് വിളിച്ചറിഞ്ഞാൽ നടക്കുമോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണിത്. ഹത്താ യംതനി അലാമൻ അറാദൽ അദ്ഹിയത്ത, അദ്ഹിയത്ത് ഉദ്ദേശിക്കുന്ന ആൾക്ക് തടസ്സമാണ് എന്നാണ് അവർ ധരിക്കുന്നത്. അൻ യുവക്കില മൻ യദ്ബഉ അൻഹു ബി ബലദിൻ ആഖറ, തനിക്ക് വേണ്ടിയിട്ട് മറ്റൊരു നാട്ടിൽ അറുക്കാൻ വേണ്ടി വക്കാലത്ത് ഏൽപ്പിക്കൽ ശരിയല്ല, തടസ്സമാണ് എന്നാണ് അവർ ധരിച്ചു വെച്ചിട്ടുള്ളത്. വല്ലാഹിറു, എന്നാൽ വ്യക്തമായ നിയമം, അന്ന ഹാദാ വഹ്മുൻ, ഇത് തനി അബദ്ധധാരണയാണ്. ബല്ലാ യതഅയ്യനു, നിജമല്ല, അയ്യക്കൂന ദബ്ഹു, അറവ് സംഭവിക്കണം, ബി ബലദിൽ മുളഹി, ഉദ്ഹിയത്ത് അറക്കുന്ന ആള് പെറ്റ് വളർന്ന നാട്ടിൽ തന്നെ അറക്കണം എന്നുള്ളതൊന്നും നിർബന്ധമല്ല. ബൽ അയ്യു മക്കാനിൻ ദബഹ ഫീഹി ബിനഫ്സിഹി ഔ നായിബിഹി, സ്വന്തമോ അല്ലെങ്കിൽ തന്റെ പ്രതിനിധിയെ കൊണ്ട് അറുക്കുന്ന ഏത് മക്കാനും, മിൻ ബലദിഹി ഔ ബലദിൻ ഉഖ്റ, സ്വന്തം നാട്ടിലോ അല്ലെങ്കിൽ മറ്റു നാട്ടിലോ, ബാദിയത്തിൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മലഞ്ചെരുവിലോ ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിലോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടുന്ന് അത് മതിയാകും എന്നാണ് അത് സംബന്ധമായ നിയമം. പക്ഷെ അവിടെ അറുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്തന, തടസ്സമാണ് നഖ്ലുഹു, ആ അർത്ഥതായ ഉദ്ഹിയത്തിന് നീക്കം ചെയ്യൽ, അൻ ഫുഖറായി ദാലിക്കൽ മക്കാൻ, ആ നാട്ടിലുള്ള ഫക്കീറന്മാർക്കുള്ള അവകാശം തടയുന്ന രീതിയിൽ അവിടുന്ന് നീക്കം ചെയ്യാൻ പറ്റില്ല.
ഔ ഫുഖറായി അഖറബി മക്കാനിൻ ഇലൈഹി, അല്ലെങ്കിൽ അവിടെ അവകാശികളില്ലെങ്കിൽ, ഇല്ലം യക്കും ബിഹി ഫുഖറ, അവിടെ അവകാശികളാകുന്ന ഫക്കീറന്മാരില്ല എങ്കിൽ അതിന്റെ തൊട്ടടുത്ത ഫക്കീറന്മാരുള്ള നാട്ടിലേക്ക് നീക്കാമെന്നല്ലാതെ അവിടുന്ന് വെറുതെ നീക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ ഈ നീക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഏതാണ്? സുന്നത്തായ അളുഹിയത്തിലെ നിർബന്ധമായും നിർവഹിക്കേണ്ട കൊടുക്കേണ്ട ഭാഗമാകുന്ന ഫക്കീർമാർക്ക് കൊടുക്കേണ്ട ഒരല്പം കൊടുക്കലാണ് നിർബന്ധം. അത് നീക്കം ചെയ്യാൻ പാടില്ല എന്നാണ്. അതേസമയം സുന്നത്തായ ഒരു അളുഹിയത്ത് അർത്തു ഒരു നാട്ടില്, എന്നാൽ അവിടെ നിന്ന് അടുത്ത നാട്ടിലുള്ള ആൾക്കാരൊക്കെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തേക്കുന്നതിന് കുഴപ്പമില്ല. അതേസമയം നിർബന്ധമായും അതിൽ നിന്നുള്ള ഒരു വിഹിതം ഫുഖറായിന് സദഖ ചെയ്യാൻ നിർബന്ധമാണ്. ആ നിർബന്ധമായ വിഹിതം വേറെ എവിടേക്കും മാറ്റം ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പോൾ അളഹിയത്തിന്റെ നിർബന്ധമായ അളഹിയത്താണെങ്കിൽ പിന്നെ അതില് യാതൊരു ഇടപെടലും നടത്താനില്ല. അത് നാട്ടിൽ തന്നെ ഇറക്കണമെന്നില്ല. ഉലഹിയത്ത് ഒരാൾക്ക് നേർച്ചയുണ്ട്, നിർബന്ധമുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് എവിടെയും ഇറക്കാം, സ്വന്തം നാട്ടിൽ ഇറക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. അവനാനുള്ള നാട്ടില് അറുക്കുക, അവനാന്റെ സാന്നിധ്യത്തിലാവുക എന്നുള്ളത് ഒരു ഉത്തമമായ കാര്യമാണ്. പക്ഷെ അതിനേക്കാളും ഉത്തമമായ ചില കാര്യങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ട്, അത്യാവശ്യക്കാർ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട്, നമ്മുടെ അവിടെ യഥേഷ്ടം ഇറച്ചി ഉലഹിയത്തിൻ്റെതൊക്കെ കിട്ടാൻ സാധ്യത കൂടുതലായതുകൊണ്ടും കഴിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ളവരാണ് എങ്കിൽ അവർക്ക് നിർബന്ധ അളുഹിയത്താണെങ്കിലും അല്ലാത്ത അളുഹിയത്താണെങ്കിലും എവിടെങ്കിലും കൊണ്ടുപോയി ഇറക്കുന്നതാണ് കരണീയമെന്ന് നമുക്ക് സാന്ദർഭികമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അറുത്താൽ പിന്നെ സുന്നത്താണെങ്കിൽ നിർബന്ധമായും കൊടുക്കേണ്ട ഭാഗം നീക്കം ചെയ്യാൻ പാടില്ല. ഫറളാണ് എങ്കിൽ മുഴുവനും ആ നാട്ടിലുള്ള ആളുകളാകുന്ന ഫക്കീർമാർക്ക് തന്നെ നൽകും വേണം. അപ്പൊ ഈ ഉളുഹിയത്ത് അർത്താൽ നിർബന്ധമായത് അല്ലാത്തത് അർത്താൽ ആ അർത്താൾക്കൊക്കെ ഭക്ഷിക്കാം. അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷിക്കൽ മാത്രമാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായത്. മൂന്നിലൊന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് എടുക്കാം. എന്നാൽ നിർബന്ധമായ അളഹിയത്താണെങ്കിൽ ഒരല്പം പോലും അദ്ദേഹം അത് എടുക്കാൻ പാടില്ല. വൽ അളഹിയത്തുൽ വാജിബത്തു ലാ യജൂസു ലഹുൽ അക്ലു മിൻഹാ, വാജിബായ അളഹിയത്ത് അതിൽ നിന്നും തിന്നൽ ജായിസല്ല. ആര്? അർത്താള്. ഫഇൻ അക്കല, ഇനി ഒരാള് അങ്ങനെ തിന്നാലോ, മിൻഹ, ആ നിർബന്ധമായ അളഹിയത്ത് അർത്ഥയിൽ നിന്നും തിന്നു, മറന്നോ മറ്റോ തിന്നു, എന്നാൽ ഒരിമ ബദലഹോ, അത് ആ തിന്നതായ ഇറച്ചിക്ക് പകരമായി അദ്ദേഹം കടക്കാരനാകും. അപ്പൊ 1 കിലോ ഇറച്ചി അതിൽ നിന്ന് എടുത്ത് തിന്നിട്ടുണ്ട് എങ്കിൽ ആ വേറെ 1 കിലോ ഇറച്ചി വാങ്ങിയിട്ട് കൊടുക്കണം. ഇവിടെ ഒരു സംശയം, വേറെ ഒരു മൃഗത്തിനെ അറുക്കേണ്ടി വരുമോ? അബദ്ധത്തിലോ മറ്റോ ഒരാള് നിർബന്ധമായ അളഹിയത്തിൽ നിന്നും കുറച്ച് ഇറച്ചിയെടുത്ത് തിന്നുപോയി. എന്നാൽ അത് സംബന്ധമായി മഹാനായ ഇമാം ഖത്തീബ് ഷർബീനി, ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ റൗള 3:221 പറയുന്നു, എഴുതുന്നത് കാണാം, ലാ യജൂസുൽ അക്ലു മിൻഹു, നിർബന്ധമായ അളഹിയത്തിൽ നിന്നും അർത്ഥയാള് തിന്നൽ ജായിസല്ല. ഫലൗ അക്കല മിൻഹു അരിമ, ആരെങ്കിലും തിന്നാൽ അവൻ കടക്കാരനാണ്. വലാ തജിബ് ഇറാഖത്തുദ്ദമിസാനി, അതിനുവേണ്ടി വേറൊരു മൃഗം അറുക്കേണ്ടതില്ല. 1 കിലോ തിന്നിട്ടുണ്ടെങ്കിൽ 1 കിലോ കാശ് കൊടുത്ത് ഇറച്ചി വാങ്ങി ഈ എവിടെയാണോ അളഹിയത്ത് വിതരണം ചെയ്യേണ്ടത് അവിടെ വിതരണം ചെയ്യുക. ആർക്കാണോ ചെയ്യേണ്ടത്? ഫക്കീർമാർക്കാണ്, അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സുന്നത്തായ അളഹിയത്താണെങ്കിൽ അല്പം മാത്രം സദഖ ചെയ്താലും കാര്യം നേടും. പക്ഷെ മുഴുവനും സദഖ ചെയ്യലാണ്. അല്പമല്ലാത്ത, അവനക്ക് ബർക്കത്തിന് വേണ്ടി കരളിന്റെ ഭാഗം മറ്റോ എടുത്ത് ഒരു അല്പം തിന്നിട്ട് ബാക്കി മുഴുവനും സദഖ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. വൽ അസഹു, ഏറ്റവും സഹിഹായ വീക്ഷണം, ഉജൂബു തസദ്ദുഖി ബിബഅദിഹ, സുന്നത്തായി അറുത്തതായ ഉലഹിയത്തിന്റെ അല്പം സദഖ ചെയ്യലാണ്, നിർബന്ധമാണ്. ഒലൗ ജുസ്അൻ യസീറൻ, അതൊരു അല്പമാണ് എങ്കിലും ശരി, മിൻ ലഹ്മിഹ, ആ മാംസത്തിൽ നിന്ന്, ബിഹൈസു യന്തലിക്കു അലൈഹിൽ ഇസ്മു, അതിന്റെ മേലില് ഒരു സദഖ ചെയ്തു, അല്പം സദഖ ചെയ്തു എന്ന പേര് അതിന്റെ മേൽ പറയാൻ പറ്റും. ആർക്ക്? അൽ ഫുഖറായി, ഫക്കീർമാർക്ക്. ഫക്കീർമാർക്ക് ഒരാൾക്കൊക്കെ കൊടുത്തു എന്ന് പറയാൻ പറ്റുന്ന, ഏകദേശം നമുക്ക് നാട്ടുനടപ്പിൽ ഒരു 500 ഗ്രാമോ 1 ഗ്രാമോ ഒക്കെ നിശ്ചയിക്കാം. അത്രയെങ്കിലും ഒരാളുടെ അർത്ഥയിൽ നിന്നും സദഖ ചെയ്യൽ നിർബന്ധമാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഖത്തീബ് ഷർബീനി തന്റെ മുഗ്നിൽ മുഹ്താജിൽ വിശദമായി പറഞ്ഞുള്ളത്. 6ാം വാള്യം 135-ാമത്തെ പേജിൽ ഈ ഉദ്ധരണി നമുക്ക് കാണാൻ കഴിയും.
ഇനി വക്കാലത്ത് ഏൽപ്പിച്ചു കണ്ടാണ് നമ്മൾ നാട്ടിക്കാണെങ്കിലും മറുനാട്ടിക്കാണെങ്കിലും ഗൾഫിലുള്ളവരും മറ്റൊക്കെ വിദേശത്തുള്ളവരൊക്കെ ഉദ്ഹിയ്യത്ത് അറക്കാൻ വേണ്ടി ഏൽപ്പിക്കൽ. അപ്പൊ അവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അറുക്കുന്നത് സുന്നത്തായ ഉദ്ഹിയ്യത്താണോ അല്ല നിർബന്ധമായതാണോ എന്നത് വ്യക്തമായി അറിയിച്ചിരിക്കണം. അങ്ങനെ വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ നിയ്യത്ത് വെക്കാനും അറുക്കാനും ഏൽപ്പിക്കണം. വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ തന്നെ ഇത് അറുക്കുന്നതിന് മുമ്പായിട്ട് നിയ്യത്ത് വെക്കാനും ഇത് എന്റെ ഉദ്ഹിയ്യത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയ്യത്ത് വെക്കാനും അറിവിനും ഒരാളെ ഏൽപ്പിക്കണം വക്കാലത്ത് ഏൽപ്പിക്കുമ്പോൾ. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹുൽ മുഹദ്ദബിൽ അത് വിശദീകരിക്കുന്നത് ഇങ്ങനെ വായിക്കാം. ഖാല അസ്ഹാബുന വന്നിയ്യത്തു ശർത്തുൻ ലിസിഹ്ഹത്തി തദ്ഹിയ്യത്തി. അദ്ഹിയ്യത്ത് സ്വഹീഹാവാൻ നിയ്യത്ത് ഷർത്താണ്. വഹൽ യജൂസു തഖ്ദീമുഹ. ആ നിയ്യത്ത് നേരത്തെ വെക്കൽ ജായിസാകുമോ അലാ ഹാലത്തി ദബ്ഹി. അറവിന്റെ സമയത്തേക്കാളും മുമ്പ് ആ നിയ്യത്ത് വെക്കാമ്പോ അം യുസ്തർത്തു ഖർനുഹാ ബിഹി. അല്ലെങ്കിൽ അറവിനോട് കൂടെ തന്നെ നിയ്യത്ത് വെക്കണമെന്നുണ്ടോ? ഫീഹി വജ്ഹാനി. രണ്ട് വീക്ഷണമുണ്ട്. അസഹഹുമ ഏറ്റവും സാധുവായത് ജവാസു തഖ്ദീമി. മുൻകൂട്ടി തന്നെ നിയ്യത്ത് വെക്കാം എന്നതാണ്. അതെല്ലാവർക്കും സൗകര്യവുമാണ്. കമാഫി സൗമി വസ്സക്കാത്തി അലല്ല സഹീ. നോമ്പിലും സക്കാത്തിലും ഒക്കെ അത് പറ്റുമല്ലോ എന്നതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ആവണം എന്നില്ല എന്നാണ് ഇത് സംബന്ധമായി ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇനി വക്കീലിനെ ഒരാള് അറക്കാൻ വേണ്ടി ഏൽപ്പിച്ചു. അങ്ങനെ അയാൾ അറക്കുന്ന സമയത്ത് അദ്ദേഹം നമ്മുടെ പോസ്റ്റിൽ ഇരുന്ന് കണ്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും നമ്മൾ സമ്മതം കൊടുക്കാതെ ആ ഏൽപ്പിക്കപ്പെട്ട വക്കീലിന് അതിൽ നിന്നൊന്നും കഴിക്കാൻ പാടില്ല. നിർബന്ധമായത് ഏതായാലും കഴിക്കാൻ പാടില്ല. സുന്നത്തായ ഉദ്ഹിയ്യത്താണെങ്കിൽ തന്നെ അത് ഏൽപ്പിച്ചതായ ആളുടെ സമ്മതത്തോടു കൂടെ മാത്രമേ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. വാജിബാണ് എങ്കിൽ നിർബന്ധമായ ഉദ്ഹിയ്യത്താണ് ഒരാളെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ വക്കീലിന് അതിന് നമുക്ക് എടുക്കാൻ പാടില്ലാത്തതുപോലെ വക്കീലിനും എടുത്തു ഭക്ഷിക്കാൻ പാടില്ല. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഈ വിഷയത്തിലെ കാര്യം, നിർബന്ധമായ ഉദ്ഹിയ്യത്താണെങ്കിൽ മുഴുവൻ ഭാഗം സദഖ ചെയ്തു എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി നിർദ്ദേശിക്കുകയും വേണം. പിന്നെ മറ്റൊരു സംശയം, നമ്മൾ പലപ്പോഴും ഓഹരിയിൽ പങ്കുചേർന്നുകൊണ്ടാണ് ഉദ്ഹിയ്യത്ത് അറക്കുന്നത്. ഒരു പോത്തിലോ മൂരിയിലോ മറ്റോ ഒക്കെ 7 ആളുകൾ ചേർന്നുകൊണ്ടാണ് ഉദ്ഹിയ്യത്ത് അറക്കാറുള്ളത്. അങ്ങനെയാകുമ്പോൾ 7 ഓഹരി ആക്കി എല്ലാവർക്കും ഇങ്ങനെ വിഹിതം വെച്ചിട്ട് വിതരണം ചെയ്യണോ എന്ന ഒരു സംശയം പലർക്കും ഉണ്ട്. അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. 7 ആൾക്ക് ഇതുപോലെയുള്ള മാട് യോജിക്കും. മാടും ഒട്ടകവും 7 ആൾക്ക് പങ്കുചേരാം. ആടിൽ മാത്രം ഒരാൾക്ക് പങ്കുചേരാനേ പറ്റുള്ളൂ. അപ്പൊ അത് സംബന്ധമായി തുഹ്ഫത്തുൽ മുഹ്താജ് വിശദീകരിക്കുന്നത് ഇങ്ങനെ കാണാം. ഖൗലുൽ മത്നി അൻ സബഅത്തിൻ. തുഹ്ഫ വിശദീകരിച്ചതിനെ ഷർവാനി വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ കാണാം. 7 ആളുകൾക്ക് എന്ന് പറഞ്ഞത് ഐ വജിബു തസദ്ദുഖു. സദഖ ചെയ്യൽ നിർബന്ധമാണ്. അലാ കുല്ലിൻ മിൻഹുമാ. ഈ പങ്കുചേർന്ന എല്ലാവർക്കും മിൻ ഹിസ്സത്തിഹി. അവന്റെ വിഹിതത്തിൽ നിന്ന്. അപ്പൊ ഓരോരുത്തരുടെയും വിഹിതം അതിലുണ്ട്. അത് വിഹിതം വെച്ച് 7 ഓഹരി ആക്കണമെന്നില്ല. 7 ഓഹരി ആക്കിയാൽ ഓരോരുത്തരുടെയും വിഹിതത്തിൽ നിന്ന് അല്പം. ഇപ്പൊ നമ്മള് ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന മോശമായതല്ലാത്ത ഒരു വിതരണമാണ് എന്ന് തോന്നുന്ന ഒരു 1/2 കിലോമോ 1 കിലോമോ ഒരു ഫക്കീറിനെങ്കിലും സദഖ ചെയ്യൽ നിർബന്ധമാണ്. അതേസമയം ഒന്നും ഓഹരി വെച്ചിട്ടില്ല, മൊത്തത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തരും ഒരു ഫക്കീറിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് സംഘടിതമായി തീരുമാനിച്ച് ഏകദേശം ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ കിലോ ഇറച്ചി ഒരു ഫക്കീറിന് സദഖ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച് തീരുമാനിച്ച് അങ്ങനെ കൊടുത്താലും മതി. വിഹിതം വെക്കണമെന്നില്ല. അത് സുന്നത്തായ ഉദ്ഹിയ്യത്താവുമ്പോഴേ ഈ രീതിയിലുള്ള ഇഷ്ടാനിഷ്ടം പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. തുഹ്ഫ പറയുന്നത് വജിബു തസദ്ദുഖു അലാ കുല്ലി മിൻഹുമാ മിൻ ഹിസ്സതിഹി വലാ യക്ഫി തസദ്ദുഖു വാഹിദിൻ അൽ ജമീ. എല്ലാവർക്കും വേണ്ടി ഒരാളുടെ ഇറച്ചി മാത്രം എടുത്തുകാണ്ട് ഒരാൾ സദഖ ചെയ്താൽ പറ്റൂല. ലിഅന്നഹു ഫീ ഹുക്മി സബീ അല്ലാഹി. 7 ഉദ്ഹിയ്യത്തിന്റെ ഹുക്മിലാണത്.
അതുകൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ വിഹിതം വെക്കാത്തതാണെങ്കിലും എല്ലാവർക്കും പെട്ട വിഹിതത്തിൽപ്പെട്ടതായ 7 ഫക്കീറന്മാർക്കെങ്കിലും അവ കൊടുക്കണമല്ലോ. ഓരോരുത്തർ വിഹിതം ഓരോ ഫക്കീറിനെങ്കിലും. അപ്പൊ 7 ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അളവ് അതിൽ നിന്ന് എടുത്തിട്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിഹിതങ്ങൾ ഓരി വെക്കേണ്ട ആവശ്യമില്ല. സുന്നത്തായ ഉദ്ഹിയ്യത്തിൽ തുഹ്ഫ ഷെർവാനി 9-ാം വാള്യം 349-ാം പേജിൽ ഇത് നമുക്ക് കാണാൻ കഴിയും. 7 പേര് ചേർന്ന ഒരു ഉദ്ഹിയ്യത്തിൽ ഒരു വിഹിതം വാജിബും മറ്റുള്ളത് സുന്നത്തും, അല്ലെങ്കിൽ 6 വിഹിതം വാജിബും മറ്റുള്ളത് സുന്നത്തും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേരാൻ പറ്റും. ഒരാള് സുന്നത്ത്, 6 ആള് വാജിബ്, അല്ലെങ്കിൽ 3 ആള് വാജിബ്, 4 ആള് സുന്നത്ത്, നേരെ മറിച്ചൊക്കെ പറ്റും. ഇങ്ങനെയുള്ള വിഹിതങ്ങളൊക്കെ ചേർന്ന് ഓഹരി ചെയ്യുമ്പോൾ സുന്നത്തായ ഉദ്ഹിയ്യത്തിന്റെ കൂടെ ഒരു മാടിനെ അറുക്കുന്ന വിഷയത്തിലോ ഒട്ടകത്തിന് അറുക്കുന്ന വിഷയത്തിലോ ഒരു നിർബന്ധം ഉള്ള ഒരാൾ പങ്കുചേർന്നിട്ടുണ്ട് എങ്കിൽ അവിടെ പ്രത്യേകം ഓഹരി വെക്കേണ്ടി വരും, ശ്രദ്ധിക്കേണ്ടി വരും, വിതരണത്തിൽ ശ്രദ്ധിക്കേണ്ടി വരും. അഥവാ നിർബന്ധമായും ഉദ്ഹിയ്യത്ത് അറക്കുന്ന അദ്ദേഹത്തിന്റെ ഓരി വേറെയാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ആ ഓരി മുഴുവനും നിർബന്ധമായതായതുകൊണ്ട് അദ്ദേഹത്തിന് എടുക്കാൻ പാടില്ല. മുഴുവൻ ഫക്കീറന്മാർക്ക് സദക്ക ചെയ്യണം. അപ്പൊ മൊത്തത്തിൽ സദക്ക ചെയ്യുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കാനും പാടില്ല. അപ്പൊ ആർക്കൊക്കെ കൊടുത്തെന്ന് അറിയാൻ പറ്റൂല. ഇത് ഫക്കീറന്മാർക്ക് മാത്രം കൊടുക്കൽ നിർബന്ധമായ വിഹിതമാണ് എന്നത് പ്രത്യേകം അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളെ ഇറച്ചിക്കാരനോടുകൂടെ ഒരു അറവുകാരന് 7 ആള് പങ്കുചേരാൻ 7 ആളൊന്നും കിട്ടിയില്ല. ഒരാൾക്കാണെങ്കിൽ ഉദ്ഹിയ്യത്തിൽ ഷെയർ ചേരണമെന്ന് ആഗ്രഹം. അപ്പൊ ഇറച്ചിക്കാരൻ ഉണ്ട് അവിടെ, എന്നും മൃഗത്തിനെ അറുത്ത് കണ്ട് വിൽപ്പന നടത്തുന്ന ആള്. അപ്പോ ഈ പറയപ്പെട്ട മാട് ഒട്ടകമാണ് അറുക്കുന്നത് എങ്കിൽ ആ ഇറച്ചിക്കാരനുമായി സന്ധിയായി ഇതിൽപ്പെട്ട ഒരു വിഹിതം എന്റെ ഉദ്ഹിയ്യത്താണ് എന്ന് അദ്ദേഹം ഒരു തഖറുബിനെ ഉദ്ദേശിച്ചുകൊണ്ട് ആ അറവ് സമയത്ത് അദ്ദേഹം ഉദ്ദേശിക്കണം, ഇത് എന്റെ ഒരു വിഹിതം ഉദ്ഹിയ്യത്താണ് എന്ന്. അതൊക്കെ പ്രത്യേകം പറഞ്ഞ് അറവുകാരനൊക്കെ ഏൽപ്പിച്ച് വക്കാലത്തൊക്കെ ആക്കി ആ ഇറച്ചിക്കടക്കാരനോട് കൂടെ ഒരാള് ഉദ്ഹിയ്യത്തിൽ പങ്കുചേർന്നാൽ മാട് ഒട്ടകത്തിൽ അത് നടക്കുന്നതാണ്, അതിന് തടസ്സമില്ല. ഇനി അറവിന്റെ വിഷയത്തിൽ ഉദ്ഹിയ്യത്തിന്റെ കൂടെ തന്നെ അക്കീക്കത്ത് അറുത്തിട്ടില്ല കുട്ടികളുടേത്, അത് സുന്നത്തായി അറക്കൽ തന്റെ മേൽ ബാധ്യതയായി കിടക്കുന്നുണ്ട് എങ്കിൽ ഈ ഉദ്ഹിയ്യത്തിൽ മാടിനെ ഒട്ടകത്തിനെ അറുക്കുമ്പോൾ അതിലൊരു വിഹിതത്തിൽ പങ്കുചേരാം, അതിനൊന്നും തടസ്സമില്ല. മരിച്ച ഒരാളുടെ ഉദ്ഹിയ്യത്ത് അറക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, മരിച്ച ആള് ഉദ്ഹിയ്യത്ത് അറക്കാൻ വേണ്ടി വസിയ്യത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മരിച്ചയാൾക്ക് ഉദ്ഹിയ്യത്ത് അറക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിനിക്ക് ഉദ്ഹിയ്യത്ത് അറുത്ത് അതിന് മിഥ്ല് സവാബ് ഹദിയ ചെയ്യാമെന്നല്ലാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി ഒരു അറവ് നടത്താൻ ന്യായമില്ല. മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്റെ നിഹായത്തുൽ മുഹ്താജിൽ വിശദീകരിക്കുന്നു, വലാ തജൂസു വലാ തഖു അദ്ഹിയ്യ, ജായിസാവുകയില്ല, അദ്ഹിയ്യത്തായിട്ട് സംഭവിക്കുകയുമില്ല, അൻ മയ്യിത്തിൻ, മരിച്ചയാളെ തൊട്ട്, ഇല്ലം യൂസിബിഹ, അദ്ദേഹം വസിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ലിമാമറ ഒ തുഫാരിഖു സദഖത്ത, അത് സദഖയോട് വേർപിരിയും, ബിശ്ബിഹിഹ, ആ ഉദ്ഹിയ്യത്ത് തുല്യമായതിനു വേണ്ടി, ഫിദാഇൻ നഫ്സി, മരിച്ചയാൾക്ക് വേണ്ടി ചെയ്യുന്ന ഉദ്ഹിയ്യത്ത് ഫിദാഉൻ നഫ്സിനോട് തുല്യമായതിനു വേണ്ടി, ഫതവഖഫത അലൽ ഇദ്നി, അപ്പൊ അത് സമ്മതത്തോടു കൂടെ പറ്റുള്ളൂ. മരിച്ച ആൾക്ക് വേണ്ടി സൗജന്യമായി ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. അപ്പൊ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് എങ്കിൽ വസിയ്യത്ത് ചെയ്താൽ അദ്ദേഹത്തിന്റെ സമ്മതമാണത്. വലാ കദാലിക സ്വതക്ക, അദ്ദേഹത്തിന് വേണ്ടി സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അതിന് അദ്ദേഹത്തിന് സമ്മതമൊന്നും വേണ്ട. അമ്മാ ഇദാ ഔസാബിഹ, അപ്പൊ ഒരാള് ഒരു മയ്യിത്തായി, ഇപ്പോൾ മയ്യിത്തായിട്ടുള്ള ഒരാള് നേരത്തെ മരിക്കുന്നതിന് മുമ്പ് ഉദ്ഹിയ്യത്ത് കൊണ്ട് വസിയ്യത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഫതസഹു, അത് സഹിയാകും, അത് നടപ്പിലാക്കാവുന്നതാണ്. നിഹായത്തുൽ മുഹ്താജ് 8-ാം വാള്യം 144-ാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മള് ഉദ്ഹിയ്യത്ത് അറക്കുന്ന സമയത്ത് മരിച്ചവർക്ക് വേണ്ടി വസിയ്യത്ത് അടിസ്ഥാനത്തിലോ മറ്റോ അറുക്കുകയാണ് എങ്കിൽ അവിടെയും ആ അറുക്കുന്ന ആള് മുഴുവൻ സദഖ ചെയ്യൽ നിർബന്ധമാണ്. അവിടെ സുന്നത്തിന്റെ വിഷയം വരുന്നില്ല, മുഴുവൻ ഫക്കീറന്മാർക്ക് വിതരണം ചെയ്യണം എന്ന നിബന്ധന. അഥവാ നിർബന്ധമായ ഉദ്ഹിയ്യത്ത് എവിടെയാണോ നമ്മൾ നൽകേണ്ടത് അവിടെ നൽകൽ നിർബന്ധമാണ് എന്നാണ് അത് സംബന്ധമായ നിൽമം. മഹാനായ ഇമാം ഖത്തീബ് ഷർബീനി റളിയല്ലാഹു അൻഹു തന്റെ മുഗ്നിൽ മുഹ്താജിൽ ഉദ്ധരിക്കുന്നു, വഖദ്ദംന, നമ്മള് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്, അന്നഹു ഇദാ ലഹാൻ വൈരിഹി, വേറെ ഒരാൾക്ക് വേണ്ടി ഒരാൾ ഉദ്ഹിയ്യത്ത് അർത്താൽ, യജിബു അലൈഹി, അയാൾക്ക് നിർബന്ധമാണ്, തസദ്ദുഖു ബിജമീഹ, മുഴുവൻ സദഖ ചെയ്യണം എന്നത് നിർബന്ധമാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ഖത്തീബ് ഷർബീനി മുഗ്നിൽ മുഹ്താജ്
6-ാം വാള്യം 138-ാമത്തെ പേജിൽ പറയുന്നത്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ അറുക്കുന്ന സമയത്ത് അത് വാജിബായ ഉലഹിയത്ത് പോലെ വിനിയോഗിക്കണം. ഒരാള് ഉലഹിയത്ത് അറുക്കാന് ഒരാടിനെ നേർച്ചയാക്കിയിരുന്നു. ഒരാട് ഉലഹിയത്ത് അറുക്കണം അല്ലെങ്കിൽ ഒരു ഉലഹിയത്ത് അറുക്കണം എന്നൊരാൾ നേർച്ചയാക്കിയിരുന്നു. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആടിനെ അറുക്കലൊന്നും കാണുന്നില്ല, മാടിനെയും ഒട്ടകത്തിനെയൊക്കെ അറുക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിനക്ക് അതിലൊക്കെ പങ്കുചേരാൻ, അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിനെ തന്നെ അയാൾ അറുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ മാടിനെ അറുക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ മാടിൽ നിന്നുള്ള 1/7 മാത്രമേ നിർബന്ധമുള്ളൂ, അത് മാത്രമേ ഫക്കീർമാർക്ക് മാത്രം കൊടുക്കാൻ പാടുള്ളൂ എന്ന നിയമമുള്ളൂ. ബാക്കി ഭാഗങ്ങളിലൊക്കെ ഫക്കീർമാർക്ക് അല്പം കൊടുത്തിട്ട് ബാക്കി വിതരണം ചെയ്യാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. ഉലൗലഹാബി ബദനത്തിൻ മിൻ ബഈരിൻ ഔ ബഖറത്തിൻ ബദല ഷാത്തിൻ വാജിബ, നിർബന്ധമായ ഒരു ആട് അറുക്കുന്നതിന് പകരം ഒരാള് പശുവിനെയോ അല്ലെങ്കിൽ ഒട്ടകത്തിനെയോ അറുത്ത്, എന്നാൽ ഫസായിദു അല സുബഇ 7-1 വർദ്ധിച്ച ബാക്കിയുള്ള 6 ഭാഗവും തത്തവവും അത് സുന്നത്താണ്, ഫർളല്ല, നിർബന്ധമല്ല. വയസ്രിഫുഹു, ആ വർദ്ധിതമായതിനെ ചെലവഴിക്കാം, ഇല അൻവായി മസ്റഫി അൽഹിയത്തി തത്തവി, സുന്നത്തായ അൽഹിയത്ത് ചെലവാക്കാൻ പറ്റുന്ന, അഥവാ സുന്നത്തായ അൽഹിയത്ത് ആർക്കൊക്കെ കൊടുക്കാം, സ്വന്തം എടുക്കാം, അതുപോലെ സമ്പന്നന്മാർക്ക് ഭക്ഷിപ്പിക്കാം, സദഖ ചെയ്യാം, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യാം. അലഹിയത്തിൻ്റെതൊക്കെ മുസ്ലിങ്ങൾക്ക് തന്നെ വിതരണം ചെയ്യണമെന്നും അത് മുസ്ലിങ്ങൾക്ക് മാത്രമേ കിട്ടിയവർ പോലും കൊടുക്കാൻ പാടുള്ളൂ എന്നതുമുള്ള ആ നിയമം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇത് സുന്നത്തായ അലഹിയത്താണെങ്കിൽ ആ വകുപ്പിലേക്ക് വിനിയോഗിക്കണം. വൈൻഷാ, അവൻ ഉദ്ദേശിച്ചാൽ സദഖ ചെയ്യാം, ഹദിയ ചെയ്യാം. വൈൻഷാ ഫഅല ഫീഹി മാ യഫഅലു ഫീ സായിരി ലഹായൽ മുതതവ്വഇ ബിഹാ, സുന്നത്തായ അലഹിയത്ത് എന്താണോ ചെയ്യല് അതൊക്കെ ഇതുകൊണ്ട് ചെയ്യാം. അഥവാ നിർബന്ധമായ ആട് അറുക്കാൻ വേണ്ടി നേർച്ചയാക്കിയ ഒരാള് അതിന് പകരം പോത്തിലോ ഒട്ടകത്തിലോ പങ്കുചേർന്നാൽ അതിന്റെ 1/7 മാത്രമേ നിർബന്ധമായി നിർവഹിക്കേണ്ട വകുപ്പിൽ ഉൾപ്പെടുത്തേണ്ടതുള്ളൂ. ബാക്കി 6 ഭാഗവും ഇഷ്ടം പോലെ ഫക്കീർമാർക്ക് മാത്രം കൊടുക്കാം, ഫക്കീർമാർക്കും മഹനിയാക്കൾക്കും കൊടുക്കാം, സ്വന്തം ഉപയോഗിക്കുകയും ചെയ്യാം എന്നതാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി അസ്നൽ മത്താലിബ് 1-ാം വാള്യം 537-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വിഷയത്തിലൊക്കെ പ്രത്യേകമായി പരിഗണിക്കേണ്ടത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ അറവ് നടത്തുമ്പോൾ മഹല്ല് കമ്മിറ്റിക്ക് നേരിട്ടിട്ടാണ് വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അത് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവര് ഓരോ ഷെയറിനും ഇത്ര പൈസ നിശ്ചയിച്ചാണ് പ്രഖ്യാപിക്കുകയാണ്. അതിൽ പാലിക്കേണ്ട എല്ലാം പാലിക്കുന്നുണ്ടോ എന്നതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. 7 ആള് പങ്കുചേർന്ന് കണ്ട് ഒരു മൃഗത്തെ അറുക്കുമ്പോൾ, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ അറുക്കുന്നിടത്ത് പലപ്പോഴും ആ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല. 2 പോത്തിനെ അറുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഓരോരുത്തരുടെയും വിഹിതം 8000 ഉറുപ്പിക നിശ്ചയിക്കുകയാണ് ഒരു ഉദാഹരണത്തിന്. അങ്ങനെ പോയിട്ട് 2 പോത്തിനെ വാങ്ങുന്നു. 2 പോത്തും 2 വിലന്റാണ്. എന്നിട്ട് ആ 14 ആളുകളെയും കൂട്ടിക്കൊണ്ട് 2 പോത്തും കൂടി അങ്ങോട്ട് അറുത്താൽ ഒരൊറ്റ കുട്ടിക്കും ഒരു വിഹിതത്തിനും ഉലഹിയത്ത് നടക്കുകയില്ല. മറിച്ച് ആ കമ്മിറ്റിയോ ബന്ധപ്പെട്ട ആളുകൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? 2 പോത്തിനെ വാങ്ങുക, ഓരോ പോത്തിന്റെയും വില നിർണ്ണയിക്കുക, എന്നിട്ട് ആ പോത്തിന് ചെലവാകുന്ന അറവടക്കമുള്ള ചെലവാകുന്ന സംഖ്യ 7 ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോരുത്തരുടെ മേലും ചുമത്തുക, അവർക്ക് കൊടുക്കുക. അങ്ങനെ ആയാലേ ഓരോരുത്തരും ഓരോ ഉരുവിലും 7-1 പങ്കുചേർന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ 14 പങ്കുചേർന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. 7ഉം 14ഉം 21ഒക്കെ നമ്മളൊരു ഉദാഹരണം പറയാണ്. എത്രയിലാണോ ചേരുന്നതെങ്കിൽ അതിലൊക്കെ ഓരോ മൃഗത്തിലും 7 ആളുകളെ പ്രത്യേകമായി വിട്ടുപോകാതിരിക്കാൻ വേണ്ടി 7 ആളെ പേര് വായിച്ചു. ഈ മൃഗം ഇത്ര സംഖ്യയുടേതാണ്, ഇത് ഈ 7 ആളുടേതാണ്. അപ്പൊ അതിനുള്ളതായ സംഖ്യ നിങ്ങൾ ഓരോരുത്തരും ആനുപാതികമായിട്ട് ഒരു സമാസമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടുന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അറുക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കും. അല്ലാതെ കുറെ സംഖ്യ പിരിച്ചെടുത്തു, 14 ആളുകൾ ചേർന്നു, 2 പോത്തിനെ വാങ്ങി, ഒരു പോത്തിന് 80,000 മറ്റൊന്നിന് 70,000 അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് അറുത്ത് മൊത്തത്തിൽ 14ന്റെ പേരിൽ ഡിവൈഡ് ചെയ്ത് കണ്ട് വീതം വെച്ചാൽ ആർക്കും ഉലഹിയത്ത് കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ട് മഹല്ല് കമ്മിറ്റി പ്രത്യേകം, അല്ലെങ്കിൽ അത് നേതൃത്വം നൽകുന്ന ആളുകൾ പ്രത്യേകമായി അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഇവിടെ ഉണർത്തുകയാണ്. അത് സംബന്ധമായി
ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായത്തുൽ മുഹ്താജിൽ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി ഒമിസ്ലുഹു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞതുപോലെ മാലോ ഇസ്തറക്ക 14 14 ആളുകൾ പങ്കുചേർന്നു ഫി ബദനത്തേനി 2 ഒട്ടകത്തില്. ലിഅന്ന കുല്ലൻ തീർച്ചയായിട്ടും ഓരോരുത്തരും ഇന്നമാ അസലലഹു അവർക്ക് ലഭ്യമായിട്ടുണ്ട് സുബുൽ ബദനത്തേനി 2 ഒട്ടകത്തിന്റെ 7 ഫലം യസുല്ലഹു മിൻ കുല്ലിൻ ഒന്നിൽ നിന്നും ആർക്കും കിട്ടൂല ഇല്ലാ നിസ്ഫ സുബുഇൻ 7 പകുതിയല്ലാതെ. അതോ 14 ആളുകൾ ചേർന്നുകൊണ്ട് 2 ഒട്ടകത്തില് പങ്കുചേർന്നാൽ ഓരോരുത്തർക്കും ഓരോ ഒട്ടകത്തിൽ നിന്നും 7 പകുതി ആയിട്ടാ കിട്ടല്. അപ്പൊ ഒരൊട്ടകത്തിന്റെ 7 ഒരാൾക്കും കിട്ടുന്നില്ല, 2 പകുതി പ്ലസ് പകുതിയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഉലഹിയത്തിൽ പറയപ്പെട്ട ഒരു മൃഗത്തിൽ 7 ആള് പങ്കുചേരുക എന്നത് അവിടെ ഇല്ലാതാവുകയും 2 മൃഗത്തിൽ 7 ആളുകൾ പങ്കുചേർന്നു എന്ന ഒരു യോജിക്കാത്ത കാര്യം അവിടെ സംഭവിക്കുകയും ചെയ്തതുകൊണ്ട് അത് ഉലഹിയത്തിന്റെ ഷെയർ നിയമത്തിനെതിരായതുകൊണ്ട് ആർക്കും ഉലഹിയത്ത് കിട്ടുകയില്ല എന്നാണ് അവിടെ പറഞ്ഞത്. വദാലിക ലാ യക്ഫി ഇങ്ങനെ ചെയ്താൽ മതിയാവില്ല. ലിഅന്നഹു ലാ യക്ഫി ഇല്ലാ സുബ്ഉൻ കാമിലുൻ മിൻ ബദനത്തിൻ വാഹിദ ഒറ്റ ഒട്ടകത്തിൽ നിന്നുള്ള 7 ഓരോരുത്തർക്കും ഉണ്ടാവണം. എന്നാലേ അത് ഉലഹിയത്തായിട്ട് ഷെയറായിട്ട് പരിഗണിക്കുകയുള്ളൂ. അത് ബദനത്തിന്റെ ഹുക്കുമാണ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് പശുവിന്റെയോ മാടിൻപെട്ട ഏതിന്റെയോ ഹുക്കുമ്. ഖിയാസുഹു ഈ പറഞ്ഞതിന്റെ അർത്ഥം അദമുൽ ഇജ്സായി മതിയാവുകയില്ല. ഇദശ്തറക സമാനിയ 8 ആള് പങ്കുചേർന്നാൽ ഫി ബദനത്തൈനി 2 ഒട്ടകത്തിൽ 8 ആള് പങ്കുചേർന്നു എന്നാലും പറ്റൂല. കാരണം 8 ആൾക്കും അതിന്റെ സുമനെ കിട്ടുന്നുള്ളൂ, സുബുഅ് കിട്ടുന്നില്ല. അതുകൊണ്ട് 7 ആൾ കൂടുതൽ ഒരു മൃഗത്തിൽ പങ്കുചേരുന്നതിനെ സൂക്ഷിക്കുന്ന രീതിയിൽ എത്ര മൃഗങ്ങൾ അറക്കാനുണ്ടെങ്കിലും 7 ആളുകൾക്ക് ഇന്ന മൃഗമാണ്, അതിന്റെ വില ഇത്രയാണ്, അതിന്റെ വില നിങ്ങൾ ഓരോരുത്തരും ഡിവൈഡ് ചെയ്ത് എടുത്തുകൊള്ളുക എന്ന അതിന് നേതൃത്വം നൽകുന്നവർ ഉണർത്തുകയും അല്ലെങ്കിൽ സ്വന്തം തന്നെ തയ്യാറായിട്ട് അത് നിർണയിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം. ഇത് യഹുസ്സു കുല്ലമ്യം കുല്ലി ബദനത്തിൽ സുമുനുൽ ലാ യക്ഫി മതിയാകാത്ത 8 ഓരോരുത്തർക്കും ഇവിടെ പങ്കുചേരാൻ കഴിയുന്നത് എന്നാണ് നിഹായത്തുൽ മുഹ്താജ് 8-ാം വാള്യം 133 ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഉലഹിയത്ത് നടപ്പിലാക്കുമ്പോൾ ഇപ്പൊ കമ്മിറ്റിക്കാരൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഇത് കമ്മിറ്റി നടത്തേണ്ട കാര്യമൊന്നുമല്ല എങ്കിലും അവിടുത്തെ ഒരു ഏകോപനത്തിന് വേണ്ടി കമ്മിറ്റിന്റെ ഭാരവാഹികൾ മുന്നിട്ടിറങ്ങി വക്കാലത്തിന്റെ രീതിയിലൊക്കെ നടത്തുന്നുണ്ട് എങ്കിൽ അവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മൃഗങ്ങൾ കൂട്ടമായിട്ട് ഒരു മഹലിൽ തന്നെ ചിലപ്പോൾ ഒരു ഭാഗത്ത് 7, 8, 10 പോത്തൊക്കെ അറക്കുന്നുണ്ടാവും. അതിനൊക്കെ 70 ആളുകളൊക്കെ ഷെയർ ചെയ്ത് കണ്ടായിരിക്കും 10 പോത്തിന് ഇറക്കുന്നത്. അപ്പൊ 70 ആളുകൾക്കും കൂടി 10 പോത്ത് എന്ന നിലക്ക് ഒരൊറ്റ അറവാണ്ട് അറുത്താൽ ആർക്കും ഉലഹിയത്ത് കിട്ടില്ല. ആ 10 വിഭാഗം അഥവാ 10 പോത്തിലും ചേർന്നിട്ടുള്ള 7 വീതം ആളുകളെ വേറെയാക്കി നിങ്ങളുടെ ഉലഹിയത്തിന്റെ ഒരു ഇതാണ് എന്ന് നിർണയിച്ച് അത് അറുക്കുന്ന ഒരു സംവിധാനവും അതോടെ നിയ്യത്ത് വെക്കാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കാനും ഒക്കെയാണ് നേതൃത്വം നൽകേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഇബാദത്തുകൾ ധന്യമാക്കേണ്ടത്. നമ്മൾ അത്യാവശ്യമുള്ളത് സുന്നത്ത് മുഅക്കദത്തിന് വേണ്ടി നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ച നാട്ടിൽ ഇറക്കുക, വ്യക്തിയുള്ള നാട്ടിൽ ഇറക്കുക. ബാക്കിയുള്ളത് മറ്റുള്ളവരോടുള്ള ഒരു സഹകരണം എന്ന നിലക്ക് വേറെ നിലക്കൊന്നും നമ്മൾ പലരെയും സഹായിക്കൂല. ഇങ്ങനെയുള്ള പ്രത്യേകമായ സുന്നത്തായതുകൊണ്ട് അതൊന്നും നിർവഹിക്കാമെന്ന് വിചാരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ നിർവഹിക്കുന്ന സുന്നത്തെങ്കിലും അത് ഉപകാരപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ അവരുള്ള നാട്ടിലേക്ക് വക്കാലത്ത് ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് തന്നെ അത്തരം നാടുകളിൽ പോയിട്ടോ അറുത്ത് അവിടുത്തെ ഫക്കീറന്മാർക്ക് വിതരണം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ ഒരാശ്വാസം അവർക്ക് കൊല്ലത്തിലെങ്കിലും കിട്ടും. ഇത് അല്ലാതെ നമ്മൾ ചെയ്യേണ്ടതാണ് എങ്കിലും പലപ്പോഴും നമ്മൾ ചെയ്യില്ല. അതുകൊണ്ട് ഈ രീതിയിലുള്ള ചെലവാക്കലെങ്കിലും അത്തരം ആളുകളിലേക്ക് ഒഴുകിയാൽ അവർക്ക് ഇസ്ലാമികമായി പഠിക്കുവാനും അവിടെ ദഅവത്ത് നടത്തുന്ന ആളുകളിലേക്ക് അവരെ ആകർഷിക്കുവാനും ഈ ദഅവത്തിന്റെ ആളുകൾ മുഖേനയാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ കൊല്ലത്തിലെങ്കിലും ഇങ്ങനെ ടേസ്റ്റുള്ള ഇറച്ചി തിന്നാൻ കഴിയുന്നത് എന്നൊരു ബോധം അവർക്ക് വരികയൊക്കെ ചെയ്താൽ അത് ഭാവിയിൽ അത് ഇസ്ലാമിലേക്ക് ഇണങ്ങിച്ചേരാനും മതപരമായി ഉയരാനും ഒക്കെ അവർക്ക് പ്രോത്സാഹനമാകും എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈദും നമ്മുടെ ബലിദാനവും ഒക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ അതിന്റെ അവകാശികളിലേക്ക് കിട്ടുന്ന രീതിയിൽ അതിന് അത്യാവശ്യക്കാർക്ക് ലഭ്യമാവുന്ന രീതിയിൽ നിർവഹിക്കാൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.